കുറവെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തീരുമാനം എടുത്താൽ അതാണല്ലോ അതിന്റെ ജനഹിതം, അതിനെ അംഗീകരിക്കുന്നു. ആ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്നലകളിൽ ഇതിനകത്ത് പോലെ ഞാൻ ഉണ്ടാവും. കുറെ കൂടി വിപുലീകരിക്കും, കുറെ കൂടെ സമയം കൂടുതൽ കിട്ടുമല്ലോ ജന വിഷയങ്ങളിൽ ഇടപെടാൻ, ജനകീയമായ ഇടപെടലുകൾ നടത്താൻ, അതുപോലെ തന്നെ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന്, അതിന് ഗവൺമെന്റിന് നൽകേണ്ട സഹായം, ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും. അന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ള യാതൊരു ധ്രുവീകരണത്തിനും ഒരിടവും കൊടുക്കില്ല. കേരള കോൺഗ്രസിൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഏതെങ്കിലും കക്ഷി ചോദ്യം ചെയ്യപ്പെടണ്ടേ? അന്ന് അവരുടെ ആരും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതൊക്കെ ഓരോ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലും വിജയം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും പരാജയം ഉണ്ടാകുമ്പം തിരിച്ചും, അതൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് അതിന് വേണ്ടിയല്ലേ. കാലാകാലം വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വിധി എഴുതുന്നു. ഇതുപോലെ തന്നെ 100 സീറ്റും പോലെ ജയിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം LDF അധികാരത്തിൽ വന്നേ. അപ്പൊ നാടിലെ പ്രസക്തമായ വിഷയം നഷ്ടപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അവിടെ തിരിച്ചു തെങ്ങുണ്ടായി, ഒരു തരംഗമുണ്ടായി. ആ തരംഗം ഏത് വിധത്തിലാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നല്ലവണ്ണം നടത്തും, ഗ്രഹപാഠം നടത്തും, കാര്യങ്ങൾ ബോധ്യപ്പെടും, അതനുസരിച്ച് പ്രവർത്തിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ മാണി ഗ്രൂപ്പിന് 1 സീറ്റുകളല്ല, എല്ലായിടത്തും പരാജയപ്പെടുന്ന അണികൾക്കുള്ളിൽ തന്നെ ഒരു ആശങ്ക. ഞങ്ങളുടെ അണികൾക്ക് ഒരു ആശങ്കയില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടാതിരുന്നാൽ മതി. ഞങ്ങളുടെ അണികൾക്ക് വേണ്ട ആശങ്കയുടെ പ്രശ്നമില്ല. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അണികൾക്ക് ഞങ്ങളെ അറിയാം. എല്ലാ കാലഘട്ടത്തിലും സീറ്റ് കൂടുതൽ ജയിച്ചു വരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പാർട്ടി നിലനിൽക്കുന്നത്. പ്രത്യയശാസ്ത്രീയമായ നയങ്ങളും സമീപനങ്ങളും പരിപാടികളുടെയും പശ്ചാത്തലത്തിലാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. ആ പാർട്ടി പ്രവർത്തനത്തിൽ സീറ്റുകളുടെ എണ്ണോ മാനദണ്ഡോ മാത്രം നോക്കി നിൽക്കുന്നതല്ല രാഷ്ട്രീയ പ്രസ്ഥാനം. അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങൾക്ക് അക്കാര്യങ്ങളെ കുറിച്ച് ആശങ്കയില്ല. ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് LDFന്റെ ഉള്ളിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നല്ലേ കാണിക്കുന്നത്? അത് കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, പരിശോധിക്കാം. ഈ 11 മന്ത്രിമാർ പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് അത് തീർച്ചയായിട്ടും ഭരണത്തിലുണ്ടായ വീഴ്ച തന്നെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, 11 പേര് പരാജയപ്പെട്ടാലും 8 പേര് പരാജയപ്പെട്ടാലും പൂർണ്ണമായി പരാജയപ്പെട്ടാലും അതെല്ലാം ഏതൊക്കെ രീതികളിലാണ് ഭവിച്ചിരിക്കുന്നുള്ളതിനെ കുറിച്ചൊരു പഠനം ആവശ്യമുണ്ടല്ലോ. നമ്മളൊരാളെ കണ്ടാൽ ഉടനെ തന്നെ തീരുമാനം പറയില്ലല്ലോ എവിടെയാണ് എന്റെ വിഷയങ്ങൾ, ഇത് മനസ്സിലാക്കും. പാലായിലെ ജോസ് കെ മാണിയുടെ പരാജയം എങ്ങനെയായിരിക്കും? അത് പ്രത്യേകിച്ച് ഓരോന്ന് ഓരോന്നായിട്ട് പറയേണ്ട കാര്യമില്ല. ജോസ് കെ മാണി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായി കഴിഞ്ഞു. ഈ 3.5 പതിറ്റാണ്ടിന് ശേഷം കൈപ്പത്തി ചിഹ്നം വന്നപ്പോൾ അങ്ങ് അതിനെ കാര്യമായി എടുത്തിരുന്നില്ല. ഇപ്പോഴും കാര്യമായി എടുത്തിട്ടില്ല. അതിന് പ്രത്യേകത ഇരിക്കുന്നതിനകത്ത് കൈപ്പത്തി ചിഹ്നത്തെ അല്ല ഞാൻ കണ്ടത്. ചിഹ്നം എല്ലാവർക്കും ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജനങ്ങൾക്ക് എന്താ പ്രത്യേകത? അതിനെ കാര്യമായിട്ട് എടുക്കാത്തതിന്റെ വലിയ എന്താ പ്രശ്നം ഉണ്ടായേ? കാര്യമല്ല, ചിഹ്നമാണ്. ഞാൻ മത്സരിച്ച് 2 അദ്ദേഹം മത്സരിച്ച് കൈപ്പത്തി. അതിനപ്പുറത്തോടെ എന്താ പ്രശ്നം? അങ്ങനെ നമ്മളെ മീഡിയ പ്രവർത്തകരാണെങ്കിൽ പോലും വസ്തുതാപരമായ യാഥാർത്ഥ്യത്തോട് യോജിക്കണ്ടേ? മുൻകാലങ്ങളിൽ ഇതേപോലെ കൈപ്പത്തുകൾ കോട്ടപ്പടങ്ങളുടെ വികാരത്തെ കുറിച്ച് ചോദിക്കാൻ പറ്റിയില്ലേ? പീരുമേലിലും ഉടുമ്പൻചോലയിലും ദേവികുളത്തും കൈപ്പത്ത് നിരന്തരമായി 10-15 വർഷം തോറ്റില്ലയോ? അപ്പൊ അതൊക്കെയാണോ ഒരു രാഷ്ട്രീയ ചർച്ച? അതാണോ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ വിഷയം? അതൊന്നുമല്ല. അതൊക്കെയാണ് രാഷ്ട്രീയത്തിന്റെ വിജയപരാജയത്തിന്റെ കാരണം. എനിക്കറിയത്തില്ല, നിങ്ങൾക്കൊരു പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. എനിക്ക് തോന്നിയിട്ടില്ല. അമിതമായിട്ടുള്ള CPM പ്രീണന നയമാണ് എന്നുള്ളൊരു വിമർശനം വരുന്നത്. കൂടാതെ മുന്നണി മാറ്റത്തെ എതിർത്ത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതുമാണ്. അല്ല, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങളല്ല. എനിക്ക് നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ഞാനിത് ക്രിസ്ത്യ വിശ്വാസിയാണ്. ആത്മാർത്ഥമായിട്ട് എന്റെ വിശ്വാസത്തെ അതുപോലെ ഞാൻ ബലപ്പെടുത്തി നിർത്തും. ഒരു പരാജയം കൊണ്ടൊന്നും എന്റെ വിശ്വാസത്തെ, എന്റെ തീക്ഷ്ണതയെ മാറ്റി നിർത്താൻ കഴിയില്ല. അതേപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ വരുന്ന സന്ദർഭങ്ങളിലും ഞാൻ കൃത്യമായി എന്റെ വിശ്വാസ തീക്ഷ്ണതയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്റെ സമർപ്പണ ബോധത്തെയോ എന്റെ ചിന്തകളെയോ എനിക്കൊരു തോൽവി ദൈവം അറിഞ്ഞു തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത അത്രത്തോളം ഉണ്ട്. പിന്നെ എനിക്കെന്തിനാ ആരെ ഭയപ്പെടാൻ? ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അവന്റെ വിശ്വാസ തീക്ഷ്ണതയെ കൃത്യമായി ക്രൈസ്തവ വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഏതൊരു വിശ്വാസത്തെ കീഴിൽ വിശ്വസിക്കുന്നെങ്കിലും എല്ലാ നന്മയ്ക്ക് വേണ്ടി എന്ന ആത്മാഭിമാനത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട തത്വം. വ്രണപ്പെടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എനിക്കിതിപ്പോ അർഹതപ്പെട്ടതല്ല എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റുവാങ്ങുന്നു. തീർച്ചയായിട്ടും 100%. ജീവിതാഭയം അവിടെ തന്നെയാണല്ലോ ചെന്നെത്തേണ്ടത്. ഇതെല്ലാം വഴിയിൽ നടക്കുന്ന വഴിപ്പാടുകളിലൂടെ കിട്ടുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ആത്യന്തികമായ ലക്ഷ്യവും ജീവിതവും ചർച്ചയും എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു വിശ്വാസത്തെ തീക്ഷ്ണമായി മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ഇതൊരു ഭയപ്പാടേ ഇല്ല. ഇതെല്ലാം ജനഹിതമായും ദൈവഹിതമായും കണ്ട് ഞാൻ വീണ്ടെടുക്കും.